ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ലെമൺ യെല്ലോ കളറുള്ള ഓർഗൻസ മെറ്റീരിയലാണ്. ഇതൊരു 5.5 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് 6 വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബോഡി പാർട്ടാണ്. പിന്നെ വേറെ 2 മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈറ്റ് ഗ്രീനും പിങ്കുമാണ്. അപ്പോൾ ഇത് രണ്ടും 1.5 മീറ്റർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് ഫ്ലവറും ലീഫുമായിട്ടാണ് വരുന്നത്. ഇതാണെങ്കിൽ ബോഡി പാർട്ടും. ഈ ഡിസൈനാണ് നമ്മൾ സാരിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് ഫ്ലവേഴ്സാണ് വരുന്നത്. ഒരു ഫുൾ ഫ്ലവർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാഫ് ഫ്ലവർ വിത്ത് ലീഫും വരുന്നുണ്ട്. അങ്ങനെ 2 ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലീഫാണുള്ളത്. അത് 2 ടൈപ്പ് ലീഫാണ്. അത് വലുതും ചെറുതുമായിട്ടുള്ള ലീഫാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ലീഫും ഫ്ലവറും കൂടെ സ്കാറ്റർ ചെയ്ത് വരച്ചു കൊടുത്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡിസൈൻ അയച്ചു തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഡിസൈനിൻ്റെ മുകളിലേക്ക് പിങ്ക് കളറുള്ള ഓർഗൻസ മെറ്റീരിയൽ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രെയിം ഫിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡിസൈൻ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഡിസൈൻ വരച്ചേക്കുന്ന പേപ്പർ ഞാൻ അടിയിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. ഇത് ഓർഗൻസ മെറ്റീരിയൽ നല്ല സീത്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ട്രേസ് ചെയ്യാനായിട്ട് കാർബൺ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഡിസൈനിന് മുകളിലേക്ക് ഇതുപോലെ ഫ്രെയിം വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ ഈ പിങ്ക് കളറുള്ള മെറ്റീരിയൽ വരച്ചെടുക്കുന്നത്. ലീഫ് നമ്മൾ ഗ്രീൻ കളറിലാണ് വരയ്ക്കുന്നത്. ഇനി ഈ ഹാഫ് ഫ്ലവർ വരുമ്പോൾ ആ ഫ്ലവർ പോലെ വരുന്ന പോർഷനും അതിൻ്റെ കൂടെ ഒരു 3 ലീഫ് വന്നിട്ടുണ്ട്. അതും നമ്മൾ പിങ്ക് കളറിലുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരേണ്ടത്. ഇനി ഗ്രീൻ മെറ്റീരിയൽ ലീഫും കൂടെ വരയ്ക്കുവാണ്. ഇനി ക്ലോത്തിലേക്ക് വരച്ചെടുത്ത ഫ്ലവറും ലീഫും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ പെറ്റൽ എങ്ങനെ വരുന്നോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റൗണ്ടിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്, പക്ഷേ ആ പെറ്റലിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ സാരി മെറ്റീരിയൽ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡിസൈൻ നമുക്ക് ഈ സാരിയുടെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാരിയിൽ ഡിസൈൻ ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ, പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചാൽ തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണോ ഡിസൈൻ വരേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട്, ഇപ്പോൾ ലീഫ് ഫ്ലവറാണ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആ ഡിസൈൻ അവിടെ ഇവിടെ ഇപ്പം നമ്മൾ ഫ്ലവർ വെട്ടുമ്പോൾ ഒരേപോലെ വന്നില്ല എന്ന് വെച്ചോളൂ. അപ്പം വരച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മുടെ ക്ലോത്ത് നല്ല നീറ്റായിരിക്കും കേട്ടോ. ഡിസൈൻ ഒരു പെൻസിലിൻ്റെ മാർക്ക് പോലും സാരിയിലുണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ രീതി ചെയ്യുന്ന വർക്കിൻ്റെ പേര് ആപ്ലിക് വർക്ക് എന്നാണ് കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വർക്കിൻ്റെ പേര് പറഞ്ഞത്. ആപ്ലിക് വർക്ക് അല്ലാതെ നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്ലവറും ലീഫും ഒക്കെ പെയിൻറ്റ് ചെയ്യുക. പെയിൻറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ സെയിം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ആപ്ലിക് വർക്കിന് പകരമായിട്ട് ആ ഭാഗത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അതും വീഡിയോയിൽ എടുത്തിരുന്നതാണ്, പക്ഷേ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ഇനി ഗ്ലൂ ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിനൊക്കെ ഇൻവിസിബിൾ സ്റ്റിച്ച് കൊടുത്ത് അതൊന്ന് ഫിക്സ് ചെയ്യാം. ഇൻവിസിബിൾ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ കളറിൽ വരുന്ന ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ.
ഇനി ഈ വർക്ക് നിങ്ങൾ ആരി വർക്കിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ സാരിയിലേക്ക് വേണം ഈ ഡിസൈൻ വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഫ്ലവറിൻ്റെ കളറുള്ള ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് പിൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഇതുവഴി നമ്മൾ 6 ആക്സ് സ്റ്റിച്ചസ് ചെയ്ത് അത് ഫിക്സ് ചെയ്ത ശേഷമാണ് ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി ഈ ഫ്ലവറിൻ്റെ ഈ എഡ്ജസിലൂടെ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ ബീഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഓരോരോ കട്ട് ബീഡായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സിൽവർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സിൽവർ കട്ട് ബീഡ്സ് ഇല്ലെങ്കിൽ വൈറ്റ് കട്ട് ബീഡ്സ് എടുത്താലും മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. ബീഡ് വർക്ക്, സീക്വൻസ് വർക്ക് അങ്ങനെയുള്ള വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ നമ്പർ 12 ആണ്. ഇപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിലാണ് കേട്ടോ ഞാനിവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇപ്പം നമ്മൾ 2 റോ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പെറ്റൽസിൻ്റെ ഈ എഡ്ജസ് ഉണ്ടല്ലോ, ഇവിടെയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ എങ്ങനെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തോ അതേപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ സീക്വൻസ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സിൽവർ കളറുള്ള സീക്വൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോരോ സീക്വൻസ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഔട്ടർ സർക്കിൾ ഇതുപോലെ സീക്വൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇൻസൈഡും കൂടെ ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ആ സീക്വൻസിൻ്റെ നടുക്ക് നമുക്ക് ഓരോ വൈറ്റ് പേളും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഫ്ലവർ വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിതുപോലെ വൈറ്റ് പേൾ വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും സീക്വൻസ് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യുവാണ്. നമ്മുടെ വർക്ക് ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പം നിങ്ങൾ ഓർഗൻസ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് നോക്ക്. വളരെ ഭംഗിയായിരിക്കും. ഷോളിൽ ട്രൈ ചെയ്യാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. നമ്മളുടെ ടോപ്പ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഷോളിൽ ഇതുപോലെ വർക്ക് വന്നാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.